നമ്മളെല്ലാവരും ഇന്ന് ഉച്ച കൂണ് കഴിച്ചവരാണ്. ഈ ഭക്ഷണത്തിൻ്റെ വറ്റുപോലും നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയതല്ല. വേറെ ആരോ ഒക്കെ മണ്ണിൽ പണിയെടുത്ത് കഷ്ടപ്പെട്ട് വെള്ളം കോരി വളം വെച്ചുണ്ടാക്കിയ ഭക്ഷണ പദാർത്ഥങ്ങളാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ അത് അവരെ ഓർക്കാനും കൂടെയാണ്. അങ്ങനെയുള്ള ആളുകൾ ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെ ഒരു ത്യാഗം കൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും കൂടി ചെയ്യുന്നതാണ്. അവരൊക്കെ ചേറിൽ കാല് വയ്ക്കുന്നത് കൊണ്ടാണ് നമ്മൾ ചോറിൽ കൈവയ്ക്കുന്നത്. അപ്പോൾ ഈ എല്ലാ കാലത്തും നമ്മളിപ്പോൾ പാടത്ത് പണിയെടുക്കാൻ ആളെ കിട്ടുന്നില്ല, ജോലിക്ക് ആൾക്കാരില്ല, എല്ലാവരും ഗൾഫിൽ പോയി എന്നൊക്കെ പറഞ്ഞ് പരാതിപ്പെടുകയാണ്. ഇപ്പോൾ പൊതുവെ കാർഷിക രംഗത്ത് ഒരു കാലത്ത് ഉണ്ടായിരുന്ന വലിയ പരാതി. പക്ഷെ അന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് കൃഷി യന്ത്രവൽകൃതമാക്കിയാൽ, മെക്കനൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ, ഒരാളുടെ പണി 10 പേരോ 20 പേരുടെയോ പണി യന്ത്രം ചെയ്യും. അപ്പോൾ 10 പേരെ വെച്ച് പണിയെടുക്കുന്നതിന് പകരം ഒരു യന്ത്രം പിടിക്കാൻ അറിയാവുന്ന ഒരാൾ മതി. അത് അതിൻ്റെ ഉടമസ്ഥൻ തന്നെ ആകാമല്ലോ. അങ്ങനെയാണ് ഇവിടെ വിദേശ രാജ്യങ്ങളിലൊക്കെ വലിയ വലിയ പാടങ്ങളൊക്കെ ഒരു കുടുംബമാണ് 100-500 വരെ ഏക്കർ കൃഷി ചെയ്യുന്നത്. നമുക്ക് അത്രയും വേണ്ട, 10 ഏക്കർ കൃഷി ചെയ്യാം ഒരാൾക്ക് സുഖമായിട്ട്, യന്ത്രങ്ങളുണ്ടെങ്കിൽ. അതിൻ്റെയൊക്കെ ഉദാഹരണങ്ങളാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ കണ്ടത്.